ഇടമൺ 34 വികസന സമിതിയുടെ നേതൃത്വത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലി മൗനമായി ഈ വാഹനത്തിലോ തൊട്ടുപിന്നിലായി ഈ ഇടമൺ 34 ഹൃദയഭൂമിയിലൂടെ ഈ വാഹനത്തിലോ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. ഇടമൺ 34 പട്ടയംകുപ്പ് നിവാസികളുടെ ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടാൻ വികസന സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് തുരങ്കം വയ്ക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചാണ് പ്രകടനം സംഘടിപ്പിച്ചത്. പട്ടയംകുപ്പിൽ 282 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും ഇത് ക്രയവിക്രയം ചെയ്യാനോ ബാങ്കിൽ ഈടുവെച്ച് ലോൺ എടുക്കാനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. 1970-ൽ അച്യുതമേനോൻ സർക്കാർ കേരളത്തിലുടനീളം ഭൂരഹിതർക്ക് 1 ഏക്കർ വീതം നൽകിയ ഭൂമിയാണ് പലപ്പോഴായി കൈമാറ്റം ചെയ്യപ്പെട്ട പലരുടെയും സ്വന്തമായത്. എന്നാൽ അന്നത്തെ സർക്കാർ 25 വർഷത്തേക്ക് ഭൂമി കൈമാറ്റം ചെയ്യാൻ അനുമതി നൽകിയിരുന്നില്ല. ഈ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഭൂമി ഇന്ന് കൈവശം വച്ചിരിക്കുന്നവർ സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടാൻ ശ്രമം നടത്തുന്നത്. 3 സെന്റ് മുതൽ 1 ഏക്കർ വരെ പലരും ഇന്ന് കൈവശം വച്ചിരിക്കുന്നു. 82 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 10 ഏക്കർ അന്ന് ഭൂമി ലഭിച്ചവരും ബാക്കിയുള്ള 72 ഏക്കർ കൈമാറി കിട്ടിയവരുമാണ് കൈവശം വച്ചിരിക്കുന്നത്. 2012 മാർച്ചിലാണ് ഇടമൺ 34 വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് വസ്തുക്കൾ പോക്കുവരവ് ചെയ്ത് കിട്ടാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇടക്കാലത്ത് സ്വന്തം പേരിൽ കരമൊടുക്കുന്നവർക്കേ ക്രയവിക്രയം ചെയ്യാൻ അനുമതിയുള്ളൂ എന്നുകാട്ടി സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസിനെ തുടർന്നാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത്. ചെയർമാനായി ഇടമൺ ആർ സുമേഷിനെയും കൺവീനറായി എൽ ഗോപിനാഥ പിള്ളയെയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് 1 സെന്റിന് 50 രൂപ എന്ന നിരക്കിൽ ജനങ്ങൾ സംഭാവന നൽകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായി. എന്നാൽ ആക്ഷൻ കൌൺസിലിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് തടസ്സം നിൽക്കുന്ന സമീപനമാണ് പ്രസിഡന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ആക്ഷേപമുയർത്തുന്നു. പ്രതിഷേധ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ്. സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവർത്തന ശൈലിയല്ല പ്രസിഡന്റ് കാഴ്ചവെക്കുന്നതെന്നും ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടി അദ്ദേഹം അവസാനിപ്പിക്കണമെന്നും സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. ഇവിടെ ചില ആളുകൾ അവരെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഞാനാണ് കൊണ്ടുവന്നത് എന്ന് പ്രചരിപ്പിക്കുവാനുള്ള ഗൂഢമായ ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം നടത്തുമ്പോൾ തന്നെ അവർ കൊണ്ടുവരുവാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ, എത്രയോ കാലമായി എത്തിച്ചേരാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് നിർലോഭമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളിലൊന്നും യാതൊരു വിധമായ ചെറുവിരലിന്റെ പോലും പങ്കാളിത്തമില്ലാത്ത ആളുകൾ അതിന്റെ അവകാശവാദവുമായി വരികയും ആ അവകാശവാദത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചില ഞാഞ്ഞൂലുകളെയൊക്കെ ഇറക്കിക്കൊണ്ട് അവരുടെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്, ജനങ്ങളാണ് നമ്മുടെ ശക്തി എന്ന് തിരിച്ചറിയുവാനുള്ള ബോധം അവർക്കുണ്ടാകണം. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഇടമൺ ആർ സുമേഷ് അധ്യക്ഷനായി. കൺവീനർ എൽ ഗോപിനാഥ പിള്ള, വാർഡ് മെമ്പർ ശ്യാമള സത്യൻ, അംഗങ്ങളായ മനോഹരൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.